ന്യൂസ് 16 കേരള. ഷിഫ വെൽഫെയർ അസോസിയേഷൻ പ്രവാസിയും ജീവകാരുണ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. ഷിഫ ലിമോൺ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ അജിത് കുമാർ കടയ്ക്കൽ ആമുഖ പ്രസംഗത്തോട് അബ്ദുൽ കരീം പുന്നലയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിക്കപ്പെട്ട സെമിനാർ ജീവകാരുണ്യ പ്രവർത്തകൻ മുജീബ് കായംകുളം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് റിയാദിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗഫൂർ കൊയിലാണ്ടി, സലീം അർത്തിൽ, നാസർ കൊട്ടുകാട്, സിനാൻ ബാബു തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുകയുണ്ടായി. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവന്റെ ശമ്പളമോ ദൈനംദിന വരുമാനമോ നോക്കാതെ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ഇടപെടുകയും പറ്റാവുന്ന സഹായങ്ങളും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തും ബ്ലഡ് കൊടുത്തും സാമ്പത്തികമായി സഹായിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവാസികളെയാണ് കാണുവാൻ കഴിയുന്നത്. ഉദാഹരണമായി ഏറെ സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും അവസാനമായി നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത 34 കോടി രൂപ സമാഹരിച്ച് 18 വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്ന സഹോദരന് വേണ്ടി പ്രവാസി സമൂഹത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും കേരള ജനതയുടെയും ഒറ്റക്കെട്ടായ ബിരിയാണി ചലഞ്ച് പോലെയുള്ള പ്രവർത്തന ഫലമായി രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കൂടാതെ എത്രയോ പേർ ഇവിടെ മരണപ്പെടുന്നുണ്ട്. അവരെയെല്ലാം ബന്ധപ്പെട്ട രേഖകളും മറ്റും തയ്യാറാക്കി നാട്ടിലേക്ക് കയറ്റിവിടുകയോ ഇവിടെ തന്നെ സംസ്കരിക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾ സ്വന്തം ദുഃഖങ്ങളും സുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവകാരുണ്യം ചെയ്യുന്ന പ്രവാസികളെയും ജീവകാരുണ്യ പ്രസ്താവനകളെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. സെമിനാറിൽ ചർച്ചകളിൽ പങ്കെടുത്തു സംസാരിച്ച എല്ലാവരുടെയും അഭിപ്രായം ഒന്നു തന്നെയായിരുന്നു. ജനറൽ ഇബ്രാഹിം പട്ടാമ്പി സ്വാഗതം, സജി സായാങ്കണ്ടം നന്ദിയും പറയുകയും ചെയ്തു. അബ്ദുൽ കരീം കടപ്പുറം, മൊയ്തു കാസർഗോഡ്, ജോർജ് ദാനിയേൽ, സാദി കളപ്പുടം, നാസർ മഞ്ചേരി, റിയാസ് ആലപ്പുഴ, അഷ്റഫ് കൊണ്ടോട്ടി, സെലിം കോട്ടപ്പുറം, ഷിബു വെമ്പയം, ഹരി കല്ലറ, ആസിസ് വാണിയമ്പലം തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് അവസാന വാരത്തോടെ ഷിഫയിൽ അൽ വവാഫി ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തുവാനും തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും ഇന്ന് വളരെ സുപ്രധാനം എന്ന് പറയുമ്പോൾ നമുക്ക് നടന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും വിഷയം എന്നാൽ ആ വിഷയം 100% നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു 50% നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആവശ്യമില്ല. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് നമ്മുടെ സംഘടനയെ സൗദി പ്രമുഖനെ കൊണ്ട് കൈമാറുകയും ചെയ്യുന്നു. ഈ വേദിയിൽ ശോഷിച്ചിരിക്കുന്നത് നോക്കണ്ട. പുലികളായ സിനാനും കെനിയനും അജിത് കുമാറും ഒക്കെ ചിലപ്പോൾ വാക്കുകൊണ്ട് പ്രവർത്തിച്ചെന്ന് വരില്ല. ആ സമയങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ജീവകാരുണ്യം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് സഹജീവികളെ സഹായിക്കുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഇല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ കുടുംബത്തിനും കിട്ടിയിരിക്കും ഉൾപ്പെടുത്തി നമുക്ക് പ്രവർത്തനം വളരെ വിപുലമായിട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. വെൽഫെയർ അസോസിയേഷൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയം. ക്യാമറമാൻ ബനൂജ് പൂക്കോട്ടുംപാടത്തിനോടൊപ്പം റിപ്പോർട്ട് മജീദ് KP 16 ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.